ഒരു പുരുഷൻ ഉണ്ടാവണ്ടേ? പുരുഷനില്ലെങ്കിൽ ജീവിതത്തിൽ വേദന ഉണ്ടാവും. ഒരു വശത്ത് നമുക്കുള്ളിൽ ഒരു പുരുഷനോടോ സ്ത്രീയോടോ കാമം ഉണർത്തുകയാണ്. സിനിമകളിലൂടെ, കഥകളിലൂടെ, സമൂഹത്തിലൂടെ, വിവാഹത്തിലൂടെ, ഈ പ്രപഞ്ചത്തിലൂടെ ഇതെല്ലാം നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ കാമവികാരങ്ങൾ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ആരാണ് ഏറ്റവും ഉയർന്ന വ്യക്തി? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ബ്രഹ്മചാരി എന്ന് പറയുന്നു. ഇപ്പൊ ഈ സെക്സും ക്യാരക്ടറും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് ദൈവത്തിന് അറിയാം. പക്ഷെ അവർ പെട്ടെന്ന് എന്താ പറയുന്നത്? ഞാനെന്താ ക്യാരക്ടർലെസ് ആണെന്നാണോ വിചാരിച്ചേ? അവൾ അവളുടെ ഭാരം ഉയർത്തുന്നു, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു ദിവസത്തിനകം അവളുടെ കൈകൾക്ക് അടിക്കാൻ തക്ക വിധം നല്ല ബലവും ഉണ്ടാവും. അതിന്റെ ചമ്മല കൊണ്ട് നടക്കേണ്ടി വരും. ഇതാണ് ലോകത്ത് സംഭവിക്കുന്നത്. അവനവന്റെ ജോലിയിൽ ശ്രദ്ധിക്കുന്നവര് ശക്തരാകുകയും ചെയ്യും, ശ്രദ്ധിക്കാത്തവര് പിന്നോട്ട് പോവുകയും ചെയ്യും. അന്ന് ഞാൻ വളരെ കൊച്ചായിരുന്നു, 4 വയസ്സുണ്ടായിരുന്നുള്ളൂ. എന്റെ ഏറ്റവും വലിയ ഭക്തി ഹനുമാൻ സ്വാമിയോടെ ആയിരുന്നു. നമസ്കാരം സർ. സർ, എൻ്റെ ചോദ്യം വ്യക്തിപരമാണ്. സംസാരിക്കുന്നതിൽ എനിക്ക് അല്പം മടിയുള്ളതുകൊണ്ട് ഞാനിപ്പോ എനിക്ക് പറയാനുള്ളത് താങ്കളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം സർ. സർ, സർ, ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ എനിക്ക് 35 വയസ്സ് പ്രായമുണ്ട്. ഇത്രയും നാൾ എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഓരോരോ സമയത്തും ഒരു വിപരീത ലിംഗത്തിൽപ്പെട്ട ആളെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു എന്നാണ്. സർ, എനിക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാൾ അവിടെ വേണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനൊരു വ്യക്തി ഇല്ലെങ്കിൽ എനിക്ക് അപൂർണത തോന്നുമായിരുന്നു. സർ, അയാളുടെ സാന്നിധ്യം കൊണ്ട് ഇത്ര മാത്രമാണ് എനിക്ക് തോന്നിയത്. ആരെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ. അത് വൺ സൈഡഡ് ആയിരുന്നു. കുറച്ചു നാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കറിയാമായിരുന്നു ഇതിൽ നിന്നും എനിക്കൊന്നും ലഭിക്കാനില്ലെന്ന്. എങ്കിലും ഒരു പിന്തുണ ഉള്ളതുപോലെ തോന്നിയിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരുപാട് നേട്ടങ്ങളും കൈവരിച്ചു. എൻ്റെ പഠനത്തിലും എൻ്റെ ജോലിക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് തുണയായി ഒരു പുരുഷനുണ്ടെങ്കിൽ ജീവിതത്തിൽ ധൈര്യം വരും, അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല എന്ന് തോന്നുന്നത്? ഇനി ചിലപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ലഭിക്കുന്ന പിന്തുണ സാങ്കല്പികം മാത്രമാണെങ്കിലും ചില സമയത്ത് അയാൾ എന്നെ ശാസിക്കുന്ന തരത്തിൽ എപ്പോഴെങ്കിലും സംസാരിച്ചാൽ, വഴക്ക് പറഞ്ഞാൽ, ഞാൻ വളരെയധികം മാനസികമായി തകർന്നു പോകുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനൊരു ചിന്ത എന്നിലുണ്ടായത്? ഇപ്പോഴും പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? പിന്നെ മറ്റൊരാൾ കാരണം. സർ, എന്തുകൊണ്ടാണിങ്ങനെ? എനിക്കറിയാം ഇതിൽ നിന്നും എനിക്കൊന്നും തന്നെ ലഭിക്കില്ല എന്ന്. എങ്കിലും അയാളുടെ സാമീപ്യം ഞാൻ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടെന്നറിയാൻ, ഒരു തുണയുടെ രൂപത്തിൽ. ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ തന്നെ നിങ്ങളുടെ ഉത്തരവും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനെന്ത് പറയാനാ? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് മിഥ്യയാണ്, മായയാണ്, നിങ്ങൾക്കൊന്നും തന്നെ വേണ്ടെന്നൊക്കെ. നിങ്ങൾക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും നേടണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കില്ലെന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താലേ നിങ്ങൾക്ക് നേടാൻ പറ്റൂ എന്നൊക്കെ. പക്ഷെ നിങ്ങളിവിടെ സ്വയം പറയുന്നത് നിങ്ങൾക്കൊന്നും ആവശ്യമില്ലെന്ന്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അയാളുടെ സാന്നിധ്യം മാത്രം വേണമെന്നാണ്. വെറുതെ ആണെങ്കിലും അയാളുടെ പ്രസൻസ് അവിടെ വേണമെന്നാണ്. ഇവിടെ ഇപ്പം ഞാനെന്ത് പറയാനാ? നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. അവിടെ ഒന്നുമില്ല, വെറും കൽപ്പനയാണ്, മിഥ്യയാണ്. നിങ്ങൾക്കിനി അതുപോലത്തൊന്ന് കൂടിയേ തീരൂ എന്നാണെങ്കിൽ കൊണ്ടുപോയി വെക്കൂ ഒരെണ്ണം വീട്ടില്. നാട്ടിലൊക്കെ അതിനെ ആൾക്കാർ കോലെന്ന് പറയും. ദേ ഇങ്ങനെ നിൽക്കുന്നത് കാണാം, സ്കെയർ ക്രോ കണ്ടിട്ടുണ്ടോ? കോലെന്ന് പറയും. പാടത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ വിചാരിച്ചോ ഇതാണ് എൻ്റെ ഭർത്താവെന്ന്. പ്രതിമയായ എൻ്റെ ഭർത്താവ്. അല്ലതെന്താ ഞാൻ പറയുക? ഒരു സാന്നിധ്യമാണ് ആവശ്യം, പ്ലസിബോ. ആരെ വേണമെങ്കിലും നിങ്ങൾ ഭർത്താവായിട്ട് കരുതിക്കോളൂ. എന്ത് പറയാനാ? ഒരാളുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ആത്മജ്ഞാനത്തിൻ്റെ കുറവ് മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം തന്നെ തിരിച്ചറിയാത്തതാവാം. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അയാളിൽ നിന്നൊന്നും വേണ്ടെന്നൊക്കെ. പക്ഷെ വാസ്തവത്തിൽ നിങ്ങൾക്ക് എന്തോ ഒന്ന് വേണം. പക്ഷെ നിങ്ങൾക്കതൊന്നും അല്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നും വേണ്ടെന്നാണെങ്കിൽ ഒരു കോലം വെച്ചാൽ പോരെ? ഒന്നും വേണ്ടെന്നാണെങ്കിൽ ഒരു കോലം വെച്ചിട്ട് അതിൽ എഴുതി വെക്കാൻ എൻ്റെ ഭർത്താവാണെന്ന്. കാരണം നിങ്ങൾക്കൊരു വെറും സാമീപ്യമാണ് ആവശ്യമെങ്കിൽ അങ്ങനെ ഒന്ന് മുറി വെച്ചോളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഒരു ഇൻഷുറൻസ് പോലെ ആവശ്യമുണ്ട്. ഇന്നത്തേക്ക് വേണ്ടിയല്ല,
സിനിമകൾ ഒരുപാട് കാണാറുണ്ടാവും. മോശപ്പെട്ട സിനിമകൾ. 4 ഗുണ്ടകൾ എന്നെ കടന്നു പിടിക്കുന്നു, ഞാൻ അബലയായ സ്ത്രീ. ഉം? ഓ സ്ത്രീയെ, അബലയായ ജീവിതമേ, ഇത് നിങ്ങളുടെ കഥ. നെഞ്ചിൽ പാലും കണ്ണിൽ ദുഃഖവും. ഞാൻ വെറും ഒരു സ്ത്രീ. വന്നു ഗുണ്ടകൾ കയറി പിടിക്കുന്നു സാരിയിൽ. പിന്നെ അവൻ ചാടി വരും, എൻ്റെ സ്വപ്നങ്ങളുടെ വ്യാപാരി. എന്നിട്ട് നമ്മുടെ രജനീകാന്തിനെ പോലെ എല്ലാവരെയും അടിച്ചിടും. 2 ഇടിയും 4 തൊഴിയും. ഇതൊക്കെയല്ലേ നടക്കുന്നത്, വേറെന്താ? ഇന്ന് ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ആപത്ത് കാലത്ത് ആവശ്യം വരുമല്ലോ. എന്നെങ്കിലും ഒരു ദിവസം ഗുണ്ടകൾ വന്ന് സാരി പിടിച്ചു വലിക്കില്ലേ? അപ്പൊ അവൻ ദ്രൗപദിയുടെ കൃഷ്ണനെ പോലെ എൻ്റെ മാനം കാക്കും. ഇതൊക്കെ തന്നെ നടക്കുന്നത്. കഥകൾ. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ആവശ്യമില്ലെന്നാണ്. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാലത്തും ആവശ്യം വരില്ലെന്നാണ്. പക്ഷെ മനസ്സിൽ ഈ കഥകളൊക്കെയല്ലേ ഇരിക്കുന്നത്. കുറച്ച് സമൂഹം മനസ്സിലേക്ക് കുത്തി നിറച്ചതും പിന്നെ ബാക്കി സ്വാർത്ഥതയും. പുറത്ത് സമൂഹവും അകത്ത് സ്വാർത്ഥതയും, പിന്നെ സമൂഹം കഥകളും നൽകി. പിന്നെ സ്വാർത്ഥത കഥകളെ കൈയോടെ പിടികൂടുന്നു. അതായത് ഒരു പുരുഷൻ വേണ്ടേ? പുരുഷനില്ലെങ്കിൽ ജീവിതത്തിൽ വേദന ഉണ്ടാവും. ഇത് നിങ്ങളുടെ മാത്രം കാര്യമല്ല, പുരുഷന്മാരുടെ അവസ്ഥ ഇതാണ്. അവർക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷേ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഒരു അഭിനിവേശം. നിങ്ങളുടെ ജീവിതത്തിൽ ഹേമ കയറി വന്നിട്ട് 1 വർഷത്തിനകം ടിൻറ്റുമോനുണ്ടായില്ലേ? നിങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാവശ്യമില്ലെന്നല്ലേ, പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ടിൻറ്റുമോനുണ്ടായി വന്നത്? അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. ഈ ടിൻറ്റുമോൻ്റെ ജനനം തന്നെ നിങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കില്ല. കപട സദാചാരമാണ്, ശൂന്യമായ ധാർമ്മികതയാണ്. നിങ്ങൾക്ക് ഹേമയിൽ നിന്ന് എന്താ വേണ്ടിയിരുന്നെന്ന് നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. നിങ്ങളെന്താ പറയുന്നത്? എനിക്ക് ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല. എൻ്റെ ഈ ഒറ്റപ്പെടൽ കാരണം എനിക്കൊരു കൂട്ട് വേണം. എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനൊരാൾ വേണം. ഇതുപോലത്തെ കുറേ മണ്ടത്തരങ്ങൾ എനിക്ക് പലരും എഴുതി അയക്കാറുണ്ട്. ചിലപ്പോൾ ഇമെയിൽ അയക്കാറുണ്ട്, ചിലപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കമൻ്റ് ഇടാറുണ്ട്. ഇതെല്ലാം സ്ഥിരം പരിപാടിയാണ്. ചോദിച്ചാൽ നിങ്ങൾക്കെന്താ അറിയാം? പ്രേമം. നിങ്ങൾ അടിക്കടി പറയുന്നത് പ്രേമം എന്നാൽ സെക്സ് ആണെന്നല്ലേ? പ്രേമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളിൽ നമുക്ക് കൂട്ടായ ഒരാളുണ്ടെന്നാണ്. കമ്പാനിയൻഷിപ്പ്, സോൾമേറ്റ്. ഒരു കൂട്ട്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ടിൻറ്റുവിൻ്റെ അപ്പനോട്. നിങ്ങൾക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞ? അപ്പം ടിൻറ്റുമോൻ എങ്ങനെയാ വന്നേ? നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നോ അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലഭിച്ചപ്പോഴാണ് അവിടെ നിന്നാണ് ഈ ടിൻറ്റുമോൻ പ്രത്യക്ഷപ്പെട്ടത്. ഈ പറയുന്നത് ശരിയല്ലേ? പക്ഷെ സമൂഹം എങ്ങനെയാണോ എല്ലാ വഴിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്നത്, അതെങ്ങനെയാണോ തരുന്നത് അതുപോലെ തന്നെ സമൂഹം നമ്മൾക്ക് ധാർമ്മികതയുടെ മൂടിയും നൽകുന്നുണ്ട്. ശരിക്കും എന്താ പറയുന്നത് വെച്ചാൽ, നിയമം പറയുന്ന പോലെ ദാ ചേട്ടാ ദേ കാണുന്നില്ലേ സർക്കാർ ബീവറേജിന് മദ്യശാല, ലൈസൻസി ബിയറിന്റെ കട കണ്ടിട്ടില്ലേ? എന്നിട്ട് അതിന് കുറച്ച് മുന്നിൽ എഴുതിയിട്ടുണ്ടാവും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നൊക്കെ. പിന്നെ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും പോലീസ് പിടിച്ചോണ്ട് പോകുന്നൊക്കെ. ഇതെങ്ങനെ ശരിയാവുന്നത്? ഇത് ഇത്ര മോശമായിരുന്നെങ്കിൽ അതേപോലെ സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് ക്യാൻസറിന്റെ പടം വെച്ചിരിക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ സിഗരറ്റ് എന്തിനാ വിൽക്കുന്നത്? സിഗരറ്റ് വിറ്റിട്ട് നീ അത്രയും ടാക്സ് കളക്ട് ചെയ്യുന്നില്ലേ? ഇവിടെയുള്ള സിഗരറ്റിൽ മുഴുവൻ നിങ്ങളെന്താ വിചാരിക്കുന്നത് അതിനകത്ത് സിഗരറ്റിന്റെ തമ്പാക്കിന്റെ വില മാത്രമാണെന്നാണോ? ഇതിൽ മുഴുവൻ സർക്കാർ ടാക്സ് അടിച്ചു മാറ്റുന്നുണ്ട്. സർക്കാർ നല്ല കാശുണ്ടാക്കുന്നുണ്ട് സിഗരറ്റ് വിറ്റ്. പക്ഷെ ആ സർക്കാർ തന്നെ നിങ്ങളോട് ഇതും പറയുന്നുണ്ട്. അതായത് ഇത് തന്നെയാണ് സമൂഹം നമ്മളോട് ചെയ്യുന്നത്. ഒരു വശത്ത് നമ്മുടെ ഉള്ളിൽ കാമം ഉണർത്തുന്നു, മറുവശത്ത് നമ്മുടെ മുകളിലേക്ക് സദാചാരം അടിച്ചേൽപ്പിക്കുന്നു. അതായത് പ്രഷർ കുക്കറിന്റെ അടിയിൽ തീ കൊളുത്തിയിട്ട് നമ്മൾ മോളിൽ നിന്ന് അതിനെ അടച്ചു വെക്കുന്ന പോലെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് വെന്തു പോവും. നമുക്കുള്ളിൽ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു വശത്ത് നമ്മളിലൊരു പുരുഷന്റെ നേരെയോ അല്ലെങ്കിൽ സ്ത്രീയുടെ നേരെയോ കാമം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമകളിലൂടെ, കഥകളിലൂടെ, സമൂഹത്തിലൂടെ, വിവാഹത്തിലൂടെ, കല്യാണത്തിലൂടെ, ഈ പ്രപഞ്ചത്തിലൂടെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ ഉണ്ടാക്കുന്നു. മറുവശത്താണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ആരാണ് ഏറ്റവും ഉയർന്ന വ്യക്തി? ബ്രഹ്മചാരി.
പിന്നെ എൻ്റെ ജീവിതത്തിൽ പുരുഷന്റെ സ്ത്രീയുടെ ആവശ്യമില്ലെന്ന് പറയുന്നവര് അവരെക്കാളും പവിത്രതയേറിയവരാരാളെ? അവിടെയാണ് നമ്മൾ പെടുന്നത്. നമ്മുടെ ഉള്ളിൽ കാമം ഉണരുന്നുമുണ്ട്. ഈ കാമം എന്ന് പറഞ്ഞ ശാരീരികം മാത്രമല്ല, മാനസികമായ ആഗ്രഹങ്ങളും അതാണ്. അത് ഞാൻ കാമത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു. ഉള്ളിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ആരും അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ഈ ചിന്തകൾ എല്ലാവർക്കും ഉണ്ടെന്ന്. കാരണം സമ്മതിച്ചാൽ നമ്മൾ മോശക്കാരാവില്ലേ? സമ്മതിച്ചാൽ നമ്മൾ ഭോഗിയാവില്ലേ? ഒരു കോമാളിയാവില്ലേ? ആരെങ്കിലും നേരെ ചെന്ന് പറയുമോ എനിക്കൊരു ഭാര്യയെ വേണം, സെക്സിന് വേണ്ടിയാണ്? ലോകം പറയില്ലേ ചേച്ചി നല്ലതാണെന്ന് ആരെയാ പറയുക? മഹാമോശപ്പെട്ടവനെ ആയിരിക്കും. അവരെങ്ങനെയാ പറയുക? ഒറ്റപ്പെടാതിരിക്കാൻ ഒരു കൂട്ട് മാത്രം മതി. ഒറ്റപ്പെടാതിരിക്കാൻ ഒരു കൂട്ടാണ് വേണ്ടെങ്കിൽ അതൊരു പെണ്ണെന്തിനാ വേണ്ടേ? മുത്തശ്ശന്റെ കൂടെ പോയി ഇരിക്കും മോനെ. മുത്തശ്ശൻ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. അദ്ദേഹത്തിന്റെ കാലം തിരുമ്മി കൊടുത്തേ. അദ്ദേഹം എത്ര കാലം ഉണ്ടാവാനാ? മുത്തശ്ശി പോയ പിന്നെ മുത്തശ്ശനും ഒറ്റപ്പെട്ടാ ജീവിക്കുന്നേ. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ കാര്യം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മൂലകാരണം എന്താണ്? മൂലകാരണം ഇത് തന്നെയാണ്. സിനിമയിൽ നിന്നുണ്ടാവുന്ന ആഗ്രഹങ്ങൾ വേറൊന്നുമല്ല. ഇത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അതിൽ സെക്സ് മാത്രമേ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റിദ്ധരിക്കും. കാരണം പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളോട് പറയുമ്പോൾ ഒരു സ്ത്രീ പറയുന്നത് എനിക്ക് കൂട്ട് വേണം, അത് സെക്സിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അത് മോശമാവില്ലേ? വിദേശത്താണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഇന്ത്യയിൽ പക്ഷെ അത് മോശമായിട്ട് കരുതൂ. നിനക്ക് സെക്സിന് വേണ്ടി ആ ഒരു പുരുഷനെ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടനെ അവൾ എന്നോട് ചോദിക്കും ഞാനെന്താ അത്ര മോശക്കാരിയാണോ, എൻ്റെ സ്വഭാവം അത്ര മോശമാണെന്ന്. ഇവിടെ ഇപ്പോൾ ഈ സെക്സും ക്യാരക്ടറും തമ്മിൽ എന്താണ് ബന്ധം ദൈവത്തിന് മാത്രം അറിയാം. പക്ഷെ അവൾ എടുത്തുടനെ ഇതേ ചോദിക്കും ഞാനത് അത്ര മോശക്കാരിയാണോ എന്ന്. അപ്പം ഞാനെന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, അതായത് ഇതിൽ നിന്ന് ശാരീരിക സുഖം മാത്രമല്ല ലഭിക്കുന്നത്, കുറേ മാനസിക സുഖവും കിട്ടുന്നുണ്ട്. മാത്രമല്ല ആ സുഖങ്ങൾ മുഴുവൻ സ്വാഭാവികമല്ല, സാമൂഹികവുമാണ്. ആ സുഖം സമൂഹം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സുഖമാണത്. ആ സുഖം നിങ്ങളുടെ മനസ്സിൽ കുത്തി നിറച്ചിരിക്കുകയാണ് ചിത്രങ്ങൾ പോലെ. ഉദാഹരണത്തിന് രണ്ടുപേര് ഒരു കടൽ തീരത്ത്, ഒരു സ്ത്രീയും ഒരു പുരുഷനും കടൽ തീരത്തൂടെ കൈകൾ കോർത്തോണ്ട് നടക്കുകയാണ്. മുമ്പിൽ സൂര്യൻ അസ്തമിക്കുന്നു, അവരുടെ പുറകിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, സെല്യൂട്ട് എഫക്റ്റ് ആണ്. ഇതിനെ നമ്മുടെ മുന്നിൽ ഒരു വലിയ സുഖമായി അവതരിപ്പിക്കുകയാണ്. സുഖത്തിന്റെ ഈ ചിത്രം നമ്മളിൽ ആഴ്ന്ന് പതിക്കുകയാണ്. അതായത് എന്റെ ജീവിതത്തിലും ഇതുപോലെ ആരെങ്കിലും വേണം, കടൽ തീരത്ത് സൂര്യാസ്തമയ സമയത്ത് കൈപിടിച്ച് നടക്കാൻ വേണ്ടി. ഇവിടെ ഒരു സെക്സും ഇല്ല, പക്ഷെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഒരുപാട് സുഖം നൽകുന്നുമുണ്ട്. ആ ചിത്രം അഥവാ യാഥാർത്ഥ്യമായില്ലെങ്കിൽ ആ വ്യക്തി വളരെ വിഷമിക്കും. അയാൾ പറയും നോക്ക് എന്റെ ജീവിതത്തിൽ ഈ സുഖം കിട്ടിയിട്ടേ ഇല്ല. ദേ ബീച്ചിൽ നടക്കുന്ന ആ ജോഡികളെ നോക്ക്, കൈകൾ കോർത്ത് പിടിച്ചോണ്ട്. എന്ത് രസമാണ് ഈ സൺസെറ്റ് സമയത്ത്. ഞാനാണ് ഇവിടെ ഒറ്റയ്ക്ക് അലയുക. ഞാനിവിടെ കഫേയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, സിനിമ ഹാളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ദേ അങ്ങോട്ട് നോക്കിയാൽ കപ്പിൾസ് ഇരിക്കുന്നത് കണ്ടില്ലേ? ഇത് മുഴുവൻ നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? നിങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ ചിത്രങ്ങൾ മുഴുവൻ നിങ്ങൾക്കുള്ളിൽ വിതച്ചിരിക്കുകയാണ്. സമൂഹം നിങ്ങളെ ഒരു സാമൂഹിക സ്ത്രീയാക്കി മാറ്റിയിരിക്കുന്നു. മനുഷ്യനായിരിക്കാൻ അനുവദിച്ചില്ല. നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങൾ ഒരാളുടെ കൈ കോർത്ത് പിടിച്ച് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞേ. ഇനി കൈ കോർക്കണമെങ്കിൽ തന്നെ ഈ ലോകത്ത് എത്രയോ പാവപ്പെട്ടവരുണ്ട്. ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാനാകും? ചെറിയ കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, മൃഗങ്ങളുണ്ട്. അവരുടെ കയ്യിൽ കൈ കോർക്കാലോ. നിങ്ങൾക്കറിയില്ലേ എത്ര പേരാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് തികച്ച നിസ്സഹായരായി? ഈ മുഴുവൻ പ്രകൃതിയിൽ ഇന്ന് എത്രമാത്രം ജീവിതങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാലോ. നിങ്ങൾ പോയി അവരെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല? നിങ്ങൾ പറയുന്നില്ല ഒരു പ്രസൻസ് വേണമെന്ന്. എങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ ഉദ്ദേശത്തിന്റെ പ്രസൻസ് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? ഒരു പുരുഷന്റെ പ്രസൻസ് തന്നെ വേണോ? ഇങ്ങനെ പറയുന്നതിനേക്കാളും ഒരു വലിയ ശത്രു ഒരു സ്ത്രീക്കും ഉണ്ടാവില്ല. ഇതിന്റെ ഒരു ഭാവമില്ലേ, ഐ നീഡ് എ മാൻ ഇൻ മൈ ലൈഫ്. അതുകൊണ്ടാണ് ബ്രഹ്മചാരിയുടെ കാര്യം പറയുമ്പോൾ, ബ്രഹ്മചാരി എന്ന് പറയുന്നത് എന്തു ആയിക്കോട്ടെ, ഈ സമൂഹം ബ്രഹ്മചാരിക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണം അത് തെറ്റാണെങ്കിൽ തന്നെ. പക്ഷെ ബ്രഹ്മചര്യത്തിന്റെ കാര്യം പറയുമ്പോൾ സെലിബസിയെ പറ്റി ആ ദിശയിൽ കൂടുതലും പുരുഷന്മാരാണ് പോകുന്നത്. കാരണം പുരുഷന്മാർക്ക് ഇത്രയും സങ്കല്പിക്കാനെങ്കിലും അറിയാം, അതായത് ഒരു സ്ത്രീ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന്. പക്ഷെ സ്ത്രീകളെ സമൂഹം ഇത്ര പോലും ചിന്തിക്കാൻ വിടുന്നില്ല, അതായത് ഒരു പുരുഷനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവുമെന്ന്. അതുകൊണ്ട് ബ്രഹ്മചാരിണിയായ ഒരു സ്ത്രീയുടെ ഉദാഹരണം നിങ്ങൾക്ക് വളരെ കുറച്ചേ ലഭിക്കുകയുള്ളൂ, വളരെ കുറച്ച്. പുരുഷന്മാരെ അപേക്ഷിച്ച് 10-1. സ്ത്രീകൾക്ക് പുരുഷന്മാരില്ലാതെ ജീവിക്കാമെന്ന് ചിന്തിക്കാൻ പോലും അനുവാദം ലഭിക്കുന്നില്ല. സ്ത്രീയോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരുഷനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജീവിതമാണുള്ളത്? നിങ്ങൾ നശിച്ചില്ലേ? ഇടയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരുഷനില്ലെങ്കിൽ നിങ്ങൾ മരിക്കേ. ഇതായിരുന്നു സതി. അതായത് ഭർത്താവില്ലാതെ ജീവിക്കുന്നത് അല്ലെങ്കിൽ തന്നെ വ്യർത്ഥമാണ്. ഇപ്പം ഭർത്താവ് മരിച്ചപ്പോൾ നിങ്ങളും കൂടെ മരിച്ചു. അതുകൊണ്ടിപ്പോൾ
സ്ത്രീകൾ സ്ഥൂലമായ രീതിയിൽ സതി ചെയ്യാറില്ല. എങ്കിലും പരിശുദ്ധമായ വിചാരമുണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതായത് പുരുഷനില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാണ്? അയ്യോ, ജീവിതം എത്ര വിജനമാണ്, തരിശാണ്, ശ്മശാനമുഖമാണ്. എങ്ങനെ? ജീവിതത്തിൽ കാണാനും ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. 4 ദിവസത്തെ ജീവിതമേ ഉള്ളൂ. സമയം അല്ലേ തന്നെ കുറവാണ്. എന്തെങ്കിലും അർത്ഥവത്തായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചൂടെ? ഏതെങ്കിലും ഒരാളുടെ പുറകെ ഓടി ഓടി അയാളെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യും നിങ്ങൾ പറയൂ? 35 വയസ്സായാലും നിങ്ങൾ എന്ത് ചെയ്യും പറ? ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു ശരീരം തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കോലം വെച്ചോളൂ. അത് കൊണ്ടുവന്ന് നിങ്ങൾ മുറിയിൽ വെക്കുക. എന്നിട്ട് പറ, ഇതാണ് എൻ്റെ മുനിമാരെ, ഇതാണ് എൻ്റെ വിശുദ്ധ ഭർത്താവ്. പുള്ളിക്കാരൻ വളരെ നല്ല കഠിനാധ്വാനിയാണ്. ഉറങ്ങാറേയില്ലേ, എപ്പോഴും ഉണർന്നിരിക്കും, ഉഷാറായി. രാവും പകലും തൻ്റെ കർത്തവ്യം നിർവഹിക്കും. ഇങ്ങനെ ഒരു ഭർത്താവിനെ ആർക്കെങ്കിലും കിട്ടുമോ? നിങ്ങൾ വളരെ സൗഭാഗ്യവതിയാണ്. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ ഭാഷയിൽ. നിങ്ങൾ ജോഡിയാകാൻ ജനിച്ചവരാണ്. ഇത് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ചെരുപ്പുകളാണ് ജോഡിയിൽ കാണാൻ പറ്റുന്നത്. നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? അതായത് ജോഡി ഉണ്ടാക്കിയില്ലെങ്കിൽ ജീവിതം സഫലമാവില്ല. ഇത് നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? നിങ്ങളത് അംഗീകരിക്കില്ല. ഇത്രത്തോളം ചെയ്തു കഴിഞ്ഞു. അതായത് നമ്മൾ നമ്മുടെ നല്ല പേര് വരെ ജോഡിയാക്കി മാറ്റിക്കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ജോഡി ഉണ്ടാക്കി. അപ്പോൾ കബീർ സാബ് നമ്മോട് പറയുന്നു, മായാ മഹാഠഗിനി ഹംജാനി. തീർത്ഥത്തിൽ, ക്ഷേത്രത്തിൽ നിങ്ങൾ മൂർത്തിയുമായി, തീർത്ഥത്തിൽ നിങ്ങൾ ജലവുമായി. ഹരിയുടെ ഭവനത്തിൽ ഭവാനിയായും പിന്നെ ശിവന്റെ അടുത്ത് ശിവാനിയായും. അദ്ദേഹം പറഞ്ഞത് നിങ്ങളിങ്ങനെ ശിവനെയും പിന്നെ പരമാത്മാവിനെയും നിങ്ങൾ ജോഡികളാക്കിയിരിക്കുന്നില്ലേ? ഇത് മായയാണ്. മായ ഒരു വലിയ വഞ്ചനയാണ്. നിങ്ങൾ ജോഡികളാക്കാതെ നിങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പറയുന്നതല്ല, നമ്മുടെ പരമോന്നതരായ ഋഷിവര്യന്മാരാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ നമ്മുടെ അവതാരങ്ങളെ പോലും ജോഡികളാക്കാതെ ജീവിക്കാൻ വിടില്ലെന്ന്. ജോഡികളുടെ ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ജോഡികൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. എന്നിട്ട് അങ്ങനെ ഇരുത്തിയിട്ട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കും. ഒരു കുട്ടി ചെറുതായിരിക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ ഈ കാര്യം കടന്നുകൂടുന്നു. അമ്പലത്തിൽ പോയാലും അവൾ ജോഡികളെ കാണുന്നു. അവളിപ്പോൾ സിനിമാ തിയേറ്ററിൽ പോയാൽ പോലും, എങ്കിൽ പറയൂ, ക്ഷേത്രവും സിനിമാ തിയേറ്ററുമായിട്ട് എന്താ വ്യത്യാസം? 2 സ്ഥലത്തും അവൾ എന്താ കാണുന്നത്? ജോഡികൾ. അപ്പോൾ അവൾ എന്ത് ചെയ്യും? വീട്ടിലും എന്താ കാണുന്നത്? ജോഡികൾ. അവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? ജോഡികൾ. അവൾ എവിടെ പോയാലും കാണാൻ സാധിക്കുന്നത് ജോഡികൾ മാത്രമാണ്. നമ്മുടെ ഏറ്റവും പവിത്രമായ സ്ഥലമായ ക്ഷേത്രത്തിൽ പോലും ജോഡികളെ കാണാൻ സാധിക്കുമെങ്കിൽ ആ ചെറിയ കുട്ടിയിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? അവൾ പറയുന്നത് ജോഡികൾ തന്നെയാണ് സത്യമെന്ന്. അഥവാ ഇനി എനിക്ക് ജോഡി കിട്ടിയില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. എൻ്റേത് വളരെ മതപരമായ ഒരു ബ്രാഹ്മണ കുടുംബമായിരുന്നു കുട്ടിക്കാലത്ത്. അവിടെ എല്ലാ ദേവീദേവന്മാരെ ആരാധിച്ചിരുന്നു. അപ്പം ഞാൻ വളരെ ചെറുതായിരുന്നു, 4 വയസ്സുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഏറ്റവും വിശ്വാസം ഹനുമാൻ സ്വാമിയിലായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു, എനിക്കും തന്നെ അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഹനുമാൻ സ്വാമി എത്ര ഇഷ്ടമെന്ന്. ഞാൻ വെറുതെ ഇരുന്ന് ഹനുമാൻ ചാലിസ വായിക്കും. എനിക്ക് അന്ന് 4 വയസ്സുണ്ടായിരുന്നുള്ളൂ. ഒരു 4-5 വർഷമെങ്കിലും ഞാൻ എല്ലാ ദിവസവും ഹനുമാൻ ചാലിസ വായിച്ചിട്ടുണ്ട്. വളരെ ചെറുതായിരുന്നപ്പോൾ ഇരുന്ന് ഹനുമാൻ ചാലിസ വായിക്കാറുണ്ടായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഹനുമാൻജിയെ ഇത്ര ഇഷ്ടമാകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇത് തന്നെയായിരുന്നു. നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒറ്റയ്ക്ക്. പിന്നീടാണ് മനസ്സിലായത്, അല്ല, അവിടെയും നമ്മൾ ജോഡികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് മനസ്സിലായത് ഇതാണ്. ഇത്രയും സ്പഷ്ടമായിരുന്നില്ല അപ്പോൾ, പക്ഷേ ഇതെനിക്ക് ശരിയായി തോന്നിയിരുന്നു. ഒന്ന് നന്നായി തോന്നിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഗത. ഹീമാൻ്റെ കാലമായിരുന്നേ. ഈ ഗത കൊണ്ട് ഹീമാനെ പോലും തകർക്കാമല്ലോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. നിസ്വാർത്ഥി, തനിക്ക് വേണ്ടി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്തെങ്കിലും ചെയ്താൽ തന്നെ രാമന് വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത്.
എന്നാൽ നമ്മൾ ജോഡികൾ ഉണ്ടാക്കുന്നതിൽ മാത്രം നിന്നില്ല, പിന്നെ നമ്മൾ അവിടെ ഒരു കുടുംബത്തെ തന്നെ ഉണ്ടാക്കി വെക്കും. കണ്ടില്ലേ? വാൽമീകി രാമായണത്തില് ഒരുപാട് പേര് വിശ്വസിക്കുന്നത് ഉത്തരകാണ്ഡം കൂട്ടിച്ചേർത്തിരിക്കുക എന്നാണ്. ഉത്തരകാണ്ഡത്തിൽ എന്താണുള്ളത്? മുഴുവൻ കുലവും ഉണ്ടാക്കുന്നവരെ നമുക്ക് സമാധാനം കിട്ടില്ല. ദേ അങ്ങോട്ട് നോക്കിക്കേ, മുഖത്ത് വിഷമം നിറഞ്ഞിരിക്കുന്നത് കണ്ടോ? നിങ്ങൾക്ക് നല്ലൊരു ഉപായമല്ല ഞാൻ പറഞ്ഞത്, അല്ലേ? വളരെ നല്ല ഒരു കോലം തന്നു. അതിൻ്റെ വിശ്വസ്തത അനന്തമാണ്. അനുവാദമില്ലാതെ, ഒരു ഇഞ്ച് പോലും നിങ്ങളുടെ അനുവാദമില്ലാതെ അവൻ ചലിക്കില്ല. ഇങ്ങനെ ഒരു ഭർത്താവിനെ ഒരു സ്ത്രീകൾക്ക് ഒരു സ്വപ്നം ഉണ്ടാവാറുണ്ടല്ലോ. ഞാൻ നടക്കാൻ പറഞ്ഞാൽ അത് നടക്കും, നിൽക്കാൻ പറഞ്ഞാൽ അത് നിൽക്കും, എണീക്കാൻ പറഞ്ഞാൽ എണീക്കും. അങ്ങനത്തെ ഒരു ഭർത്താവിനെ തന്നെ കോലം. ഇനിയിപ്പോൾ എന്താ പ്രശ്നം പറഞ്ഞോ? ഒരു ടെഡിബിയറിനെ വെക്കാം. ഒരുപാട് പെൺകുട്ടികളുണ്ട് ചെറുപ്പം തൊട്ടേ അതൊരു ടെഡിബിയറിനെ കയ്യിൽ വെച്ചോണ്ടാ ഉറങ്ങുന്നത്. ഈ കാര്യങ്ങളെല്ലാം ആത്മീയതയ്ക്ക് എതിരാണ്. നിങ്ങളുടെ വ്യക്തിത്വം കണ്ടെത്തുക. മറ്റൊരാളോട് പറ്റി നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. അത് അക്രമമാണ്. മറ്റൊരാളോട് പറ്റി നിൽക്കുക, മറ്റൊരാളുമായി അടുക്കുക, മറ്റൊരാളെ ആശ്രയിക്കുക, മറ്റൊരാളെ കൊണ്ട് നിങ്ങളെ ആശ്രയിപ്പിക്കുക, ഇതെല്ലാം അക്രമത്തിന്റെ രൂപങ്ങളാണ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ സമ്പൂർണരായിരിക്കുക. നിങ്ങളായിരിക്കുക. അതിനുശേഷമുണ്ടാകുന്ന ബന്ധങ്ങളിൽ, ആ ബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ സുഗന്ധവും ഉണ്ടാകും. ആ ബന്ധത്തിൽ അക്രമം ഉണ്ടാവില്ല. അതിൽ എല്ലാവർക്കും നല്ലതുണ്ടാവുകയും ചെയ്യും. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ പറയാതെ, പക്ഷെ നോക്കിയപ്പോൾ കൈകൂപ്പിയിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും നടക്കില്ല. ശരി, ആയിക്കോട്ടെ. നമസ്കാരം ആചാര്യജി. ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഞാനും ഒറ്റപ്പെടലിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്പം ഭ്രാന്തനെ പോലെയായി. അതുകൊണ്ട് ഒരു പ്രതീക്ഷ, അതായത് അവളുടെ ഭാഗത്തുനിന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ പ്രതീക്ഷ ഒരിക്കലും നടക്കാറില്ല. ഈ ഡിസയർ എന്ന് പറയില്ലേ, അത് ഒരിക്കലും നശിക്കില്ല. പിന്നെ ഞാൻ ഈ കാണുന്ന പോലെ തനിച്ചല്ല, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോൾ സ്വിമ്മിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അവിടെ ഞാൻ കോച്ചിങ്ങിന് പോകുന്ന സ്ഥലത്തെ എൻ്റെ ഒരു കോച്ചുണ്ട്. ഞാൻ കൂടുതൽ പൈസ കൊടുത്താണ് ഈ കോച്ചിനെ വെച്ചിരിക്കുന്നത്. എങ്കിലും അയാൾ എന്നെ അല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് അവിടെ കുറേ പെൺകുട്ടികൾ വരാറുണ്ട്. എപ്പോഴും അവരുടെ അടുത്തേക്കാണ് പോകാറുള്ളത് ഇദ്ദേഹം. അവർ ചോദിക്കാതെ തന്നെ പലപ്പോഴും ഇദ്ദേഹം ഗൈഡൻസ് കൊടുക്കാനായിട്ട് പോകാറുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് മാറിയിരിക്കേണ്ടി വരുന്നു. എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ കൂടുതൽ പൈസ കൊടുത്തിട്ട് പോലും ഇങ്ങനെയാണ്. ഇനി ജിമ്മിൽ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിലും ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോന്നും പറഞ്ഞ് അയാൾ ഇവിടുന്ന് നടന്നു പോകും. അയാൾ പോകുന്നത് എങ്ങോട്ടാ? അവിടെ ലേഡീസ് ഉണ്ടാവും, അങ്ങോട്ടായിരിക്കും പോകുന്നത്. അയാൾ മനഃപൂർവ്വം ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ സ്പർശിക്കാറുണ്ട്. അവർക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടായാൽ പോലും തൊടലും പിടിക്കലും ഒക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും അത് കാണാറുണ്ട്. ഇത് കാണുമ്പോൾ ശരിക്കും എനിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നാറുണ്ട്. എനിക്കും അതുപോലെയൊക്കെ അവരെ തൊടണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ തോന്നാറുണ്ട്. അയാളും എന്നെ പോലെയല്ലേ. ഇതിലിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു ചികിത്സയുണ്ടോ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെഡ്മില്ലിൽ കയറി 20 മിനിറ്റ് ഓടൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ടി അവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കൂ. 5 കിലോമീറ്റർ ഓടണം. 500 കിലോ കാലറി കത്തിച്ച് കളയണം. നിങ്ങൾ ക്ഷീണിച്ച് കിതക്കുകയാണെങ്കിൽ പിന്നെ പെൺകുട്ടികളെ എങ്ങനെ ഓർക്കാനാ? ഇതിപ്പോൾ നിങ്ങൾ ജിമ്മിൽ കറങ്ങി നടക്കുമ്പോൾ മാത്രമേ പെൺകുട്ടികളെ കാണൂ. ജിമ്മിൽ നിങ്ങൾ കറങ്ങി നടക്കാനാണോ പോകുന്നത്? ഷോൾഡർ പ്രസ് ചെയ്യുന്ന ആള്, ലെഗ് പ്രസ് ചെയ്യുന്ന ആള്, ചെസ്റ്റ് പ്രസ് ചെയ്യുന്ന ആള്, 50 കിലോ ഭാരം നെഞ്ചിൽ ചുമക്കുന്ന ആള്, അയാൾ എങ്ങനെയാണ് പെൺകുട്ടികളുടെ ശരീരം ശ്രദ്ധിക്കുക?
ഇതാരായിരിക്കും കാണുന്നത്? ഇതൊക്കെ കാണുന്നത് വെറുതെ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിന്നുകൊണ്ട് വെറുതെ സ്ട്രെച്ച് ചെയ്യുന്നവരായിരിക്കും. സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ പെൺകുട്ടികൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. ജിമ്മിൽ എന്തിനാണ് ശരിക്കും പോകുന്നത്? അതോ അർത്ഥവത്തായ എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയാണോ? ജിമ്മിൽ പോകാനുള്ള കാര്യം എന്താണ്? ജിമ്മിങ്ങിന് വേണ്ടി. അപ്പൊ ജിമ്മിങ് ചെയ്യുന്നിടത്ത് പെൺകുട്ടി എവിടുന്ന് വന്നു? സ്വിമ്മിങ് ചെയ്യുമ്പോൾ അവിടെ പെൺകുട്ടി എവിടുന്ന് വന്നു? പിന്നെ സ്വിമ്മിങ് ചെയ്തുകൊണ്ട് പെൺകുട്ടികളെ നോക്കിയാൽ മുങ്ങിപ്പോവും. ട്രെഡ്മില്ലിൽ ഓടുകയാണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ടില്ലേ? ട്രെഡ്മില്ലിൽ ഓടിയിട്ടുണ്ടാവുമല്ലോ, ശ്വാസം മുട്ടുന്നുണ്ടാവും. പിന്നെ ഇനി ആരെങ്കിലും ടൈമർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മിനിറ്റ് ഓടണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം നന്നായിട്ട് മനസ്സിലാവും. ടൈം ആണെങ്കിൽ എപ്പോഴും നമ്മൾക്ക് കഴിയുന്നതിലും കുറച്ച് മുന്നോട്ടായിരിക്കുമല്ലോ എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. അതായത് സാധാരണ 10 മിനിറ്റാണ് ഓടുന്നെങ്കിൽ ഇന്ന് ഞാൻ 12 മിനിറ്റ് ആയിരിക്കും സെറ്റ് ചെയ്ത് ഓടുന്നത്. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞ്, അതായത് സ്പീഡ് നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 6-7 മിനിറ്റിനകം നമ്മൾ ശരിക്കും ക്ഷീണിക്കാൻ തുടങ്ങും. അവിടം തൊട്ട് നമ്മൾ ആലോചിക്കാൻ തുടങ്ങി സമയം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയല്ലോ എന്ന്. ഈ 12 മിനിറ്റുകാരൻ 15 മിനിറ്റ് സെറ്റ് ചെയ്യും, ഈ 15 മിനിറ്റുകാരൻ 20 മിനിറ്റ് സെറ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ആ സമയത്ത് ഇയാളുടെ തലയിൽ ഈ കാര്യം മാത്രമേ ഓടുള്ളൂ. അതായത് സമയം, സ്പീഡ്, കാലറി. നിങ്ങൾ എന്താണോ സെറ്റ് ചെയ്തത് അത്. ഇതാണ് ജീവിതത്തിൻ്റെ സൂത്രവാക്യം. മുഴുവൻ ശ്രദ്ധയും എന്തിനു കൊടുക്കണം? നിങ്ങളുടെ ജോലിയിലേക്ക്. നിങ്ങളുടെ ജോലിയിൽ വിവേകാനന്ദൻ എന്താ പറയുന്നത്? വേൾഡ് ജിം. അദ്ദേഹം പറഞ്ഞത് ഈ ലോകം തന്നെ ഒരു ജിമ്മാണെന്നാണ്. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മാംസപേശികൾ ശക്തമാക്കാനാണ്, അതായത് കഷ്ടത സഹിച്ചുകൊണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ എല്ലാ സാധനവും കഷ്ടതയുടെ സ്രോതസ്സാണെന്നാണ്. ജിമ്മിൽ എല്ലാ സാധനവും കഷ്ടത തരുന്നതാണ്. ജിമ്മിൽ ഓരോ സാധനം വെച്ചിരിക്കുന്നതും നിങ്ങൾക്ക് കഷ്ടത തരാൻ വേണ്ടി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് വേൾഡ് ഒരു ജിമ്മാണെന്നാണ്. ഇവിടെ നിങ്ങൾ വന്നത് കഷ്ടപ്പാടുകൾ സഹിച്ച് മസിലുകൾ ഉണ്ടാക്കാനാണ്, അല്ലാതെ പെണ്ണുങ്ങളെ കാണാൻ വന്നതല്ല. പെണ്ണുങ്ങളെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളെങ്ങനെ മസിലുണ്ടാക്കും? ആ പെൺകുട്ടിക്ക് മസിലുണ്ടാവും. അവൾ നിങ്ങളെ നോക്കുന്നില്ലല്ലോ. അവൾ അവളുടെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസത്തിനകം അവളുടെ കൈകൾ ശക്തമാവും, നിങ്ങൾക്കിട്ടൊരു കീറും തരും. പിന്നെ ആ മുഖവും വെച്ചോണ്ട് നടക്കാം. ഇതല്ലേ ലോകത്ത് നടക്കുന്നേ. അവനവൻ്റെ ജോലി നോക്കുന്നവൻ ശക്തരാകുന്നു, അല്ലാതെ ചുമ്മാ കറങ്ങി നടക്കുന്നവൻ സംശയമില്ലാതെ പിന്നോക്കം പോകുന്നു. ട്രെയിനറും ഇതുപോലെ തൻ്റെ ബിസിനസ് നഷ്ടമാക്കും. കാരണം ജിമ്മിൽ കൂടുതലും ആൺകുട്ടികളാണ് പോകുന്നത്. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ പോയാലും, പക്ഷേ ഈ ഒരു ട്രെയിനർ ഒരു കൂട്ടരെ അല്ലെങ്കിൽ ഒരു ലിംഗത്തിൽപ്പെട്ടവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും വ്യക്തമായാൽ അങ്ങനെയുള്ള ട്രെയിനറിനെ ആരെങ്കിലും ഹയർ ചെയ്യുമോ? നിങ്ങൾക്ക് മറ്റൊരു ട്രെയിനർ ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകും. കാരണം മറ്റവൻ കൂടുതലും പെണ്ണുങ്ങളെ ശ്രദ്ധിക്കുന്നത്, നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ഇയാളുടെ അടുത്ത് നമ്മളുടെ പൈസ നഷ്ടമാവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനറുടെ ബിസിനസ്സും പോവും, അങ്ങനെയുള്ള സ്വിമ്മിംഗ് കോച്ചിൻ്റെ ബിസിനസ്സും പോവും. അവൻ നശിച്ചോട്ടെ, നിങ്ങളെന്തിനാ നശിക്കണം? നിങ്ങളെ ശ്രദ്ധിക്കാതെ പെൺകുട്ടികളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോച്ചിൻ്റെ ബിസിനസ് നശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവൻ്റെ ജോലി പോട്ടെ. ഈ വൃത്തികേട് എത്ര കാലം നടക്കും? ഇത്തരം മോശം ചിന്തകളുമായി പെൺകുട്ടികളെ നോക്കുന്ന ഒരു കോച്ച്, ഇയാളുടെ സ്കാൻഡൽ ഏതെങ്കിലും ഒരു ദിവസം പുറത്തു വന്നിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത് തീർച്ചയായിട്ടും വിളിച്ചു പറഞ്ഞിരിക്കും. അതോടെ ആ ജിം അടച്ചു പൂട്ടുകയും ചെയ്യും. അതായത് ഈ ട്രെയിനർ ട്രെയിനിങ്ങിൻ്റെ മറവിൽ പെൺകുട്ടികളെ ശല്യപ്പെടുത്തുകയാണ്. ജിം അടച്ചു പൂട്ടും. ഇതിൽ നിങ്ങളെന്തിനാ ആവശ്യമില്ലാണ്ട് തലപോയിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വേൾഡ് ജിമ്മിൽ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മാംസപേശികൾ ശക്തമാക്കാനാണ്. ഏത് മാംസപേശികൾ? മുക്തിയുടെ മാംസപേശി. അത് നിങ്ങളുടെ ബന്ധനങ്ങളെ പൊട്ടിക്കും. മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങളെന്തിനാ തലപോയിക്കുന്നത്? എൻ്റെ ഓഫീസിൽ ഗോസിപ്പ് ഉണ്ടാകുന്നുണ്ട്. ഗോസിപ്പ് ഉണ്ടാകുന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ എന്ത് ചെയ്യാൻ ഓഫീസിൽ പോയിരിക്കുന്നത്? ജോലി ചെയ്യാൻ പോയതല്ലേ? നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മുഴുകിയിരുന്നെങ്കിൽ, അതിൽ പൂർണ്ണമായി ലയിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആ ഗോസിപ്പ് അറിയുക പോലും ഇല്ലായിരുന്നു. നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ സ്വയം ആ ഗോസിപ്പിൽ ഉൾപ്പെടാൻ താല്പര്യം കാണിക്കുന്നുണ്ടെന്നാണ്. അല്ലെങ്കിൽ ഇതെങ്ങനെ നിങ്ങളുടെ ചെവിയിലെത്തും? നടക്കുന്നുണ്ടാവും, ഞാനെങ്ങനെ അറിയാനേ? ഞാൻ ഇത്രയും അധികം ഈ ട്രെഡ്മില്ലിൽ ശരിക്കും മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ചുറ്റും എന്താ നടക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാനേ? ഞാനെങ്ങനെ അറിയും? പിന്നെ ഇപ്പോഴത്തെ ട്രെഡ്മില്ലാണെങ്കിൽ മുമ്പിൽ ഡിസ്പ്ലേ സ്ക്രീനും ഉണ്ട്. ചെവിക്കകത്ത് ഇങ്ങനെ 2 സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്തെങ്കിലും കേൾക്കാം. അപ്പോൾ പുറത്തെന്താ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുക പോലും ഇല്ല. പിന്നെ മുമ്പിലെ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെക്കുകയും ചെയ്യാം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇതിനെയാണ് സംസർഗം എന്ന് പറയുന്നത്. നിങ്ങളുടെ സംസർഗം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ട്രെഡ്മില്ലിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവനവൻ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായിട്ടും മുഴുകുക എന്നാണ്. പിന്നെ മുമ്പിൽ സ്ക്രീനുമുണ്ട്, പിന്നെ ഇവിടെ ഇയർ പ്ലഗ്സുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? സ്വന്തം സംസർഗം നമ്മുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് തീരുമാനിക്കുക.
എനിക്ക് അവിടെ ഇവിടെ നടക്കുന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഞാൻ തീരുമാനിക്കും എൻ്റെ ഈ ഇന്ദ്രിയങ്ങൾ എന്ത് കേൾക്കുമെന്നും എന്ത് കാണുമെന്നും. ഇതൊരു വേൾഡ് ജിമ്മാണ്. നിങ്ങൾ നിങ്ങളുടെ ട്രെഡ്മിൽ തിരഞ്ഞെടുക്കൂ. എന്നിട്ട് നിങ്ങളെ തന്നെ അവിടെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. നിങ്ങൾ അവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യവുമില്ല. ഏതാ പെൺകുട്ടി, ഏതാ ട്രെയിനർ, ഒന്നും വേണ്ട. ലോകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെന്നേ. ഇവിടെ പ്രപഞ്ചത്തിൽ 4 ചുറ്റും നിങ്ങൾ എങ്ങോട്ട് നോക്കിയാലും ആകെ പ്രശ്നമായിരിക്കും. പിന്നെ സാറേ ഒരു കാര്യമുണ്ട്, എൻ്റെ കുറച്ച് ഫീമെയിൽ പരിചയക്കാരുണ്ട്, ലേഡീസ്. അവർക്ക് ഞാൻ താങ്കളുടെ പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫെബിലെ ഫ്രീ ആയ ഗീതാ സെഷൻസും രജിസ്റ്റർ ചെയ്യിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ചെയ്തു. പക്ഷേ അവർ പറയുന്നത് ഇതാണ്, ഈ കാര്യങ്ങളെല്ലാം പ്രായോഗികമല്ല, അല്ലെങ്കിൽ കൂടുതൽ പ്രായോഗികമാകുന്നത് റിസോർട്ടിൽ പോകുന്നത്, അല്ലെങ്കിൽ ചുറ്റാൻ പോകുന്നത്. അതിനൊക്കെ ഞാനും പോകാറുണ്ടല്ലോ. ഇതിൽ പ്രായോഗികതര കാര്യം എന്താണ്? പുസ്തകങ്ങൾ കൊടുക്കുന്നത് അവർക്ക്, അതായത് പൂക്കൾ കൊടുക്കുന്നതൊക്കെ പറയില്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സാറിൻ്റെ ഒരു അഭ്യുദയകാംക്ഷയായിരുന്നു, സാറിൻ്റെ വീഡിയോയിൽ തന്നെയായിരുന്നു. അവർ നിങ്ങൾക്ക് പൂവിൻ്റെ സ്ഥാനത്ത്, റോസാപ്പൂവിൻ്റെ സ്ഥാനത്ത് ബുക്സ് തരുമെന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാന്ന് വിഷമിക്കുന്നേ? ഒരു മെഷീൻ ജോലി ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരു മെഷീൻ തിരഞ്ഞെടുക്കുക. ഇയാൾ പറയുകയാണ് ജിമ്മിൽ ഈ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ ആയിരിക്കും എക്സസൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലെഗ്സിൻ്റെ ആയിരിക്കും ചെയ്യേണ്ടത്. അത് ഒന്നിൽ മാത്രമല്ല, ചിലപ്പോൾ 4 വെവ്വേറെ രീതിയിലായിരിക്കും ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്തു. ഇനി ഒരു പക്ഷേ ഒരു മെഷീനും ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണെങ്കിൽ അപ്പോഴും ചെയ്യാമല്ലോ. ഫ്രീ വേ ട്രെയിനിങ്ങും നടക്കുമല്ലോ. പക്ഷേ സാറേ, ആ മെഷീൻ പെർമനന്റ് ആയിട്ട് നിങ്ങളോട് ഒട്ടിയിരിക്കുകയാണെങ്കിലോ? നിങ്ങൾക്ക് ഒന്നിനെ ഒട്ടിച്ചു നിർത്താനാവില്ല. ഇന്ന് ഞാനെന്താ പറഞ്ഞേ? ഇത് നടക്കുന്നതാണ് ഞാന്. ഇപ്പൊ ഇയാള് പറഞ്ഞ എന്താ? ഇപ്പൊ ഇയാള് പറഞ്ഞ കാര്യം എന്താണെന്ന്? ബാല്യകാല പരിത്യാഗത്തെ കുറിച്ച്. പുറത്തുള്ളവർ നിങ്ങളെ വന്ന് ആക്രമിക്കുന്നു. ആരും നിങ്ങളെ ആക്രമിക്കുന്നില്ല, നിങ്ങളാണ് പോകുന്നത്. ഇദ്ദേഹം പറയുന്നത്, അയ്യോ ഞാൻ എന്ത് ചെയ്യും, ട്രെഡ്മില്ലാണ് എന്നെ ഓടിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും, ട്രെഡ്മില്ലല്ലേ എന്നെ ഓടിക്കുന്നത്. അത് ശരി. അപ്പൊ ബട്ടൺ ആരുടെ കയ്യില്? ട്രെഡ്മില്ലിന്റെ ബട്ടൺ നിങ്ങളുടെ കയ്യിലാണോ, അതോ നിങ്ങളുടെ ബട്ടൺ ട്രെഡ്മില്ലിന്റെ കയ്യിലാണോ? എന്നാ പിന്നെ അത് പ്രസ് ചെയ്യേ. ട്രെഡ്മിൽ എന്താ ചെയ്തേ? അത് ചെയ്തത് നിങ്ങളാണ്. കാരണം അത് ചെയ്യുന്ന ഒരേ ഒരാള് അഹങ്കാരമാണ്. ലോകം ഒരിക്കലും അത് ചെയ്യില്ല. ചെയ്യുന്നത് അഹങ്കാരമാണ്. താങ്കൾ ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ, ഒരാൾ ലീഗലി വിവാഹത്തിൽ ഉറച്ചു നിന്നാലും അതിന്ന് പുറത്ത് കിടക്കാൻ അയാൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന്. എല്ലാം ബുദ്ധിമുട്ടാണ്, അസംഭവ്യമായിട്ട് ഒന്നുമില്ല. ലീഗലി പറഞ്ഞില്ലേ, എല്ലാം ബുദ്ധിമുട്ടാണ്. ഈ ഗലി, ആ ഗലി, ലീഗലി ഇല്ലീഗലി എല്ലാം. എന്ത് ലീഗലി? എന്താ പറയുന്നത്? വിവാഹം ചെയ്തോ? തെറ്റായ വിവാഹം. അത് അയാൾക്കറിയാം, എനിക്കറിയില്ല. ഇവിടെ പറയും തെറ്റായ വിവാഹം എന്ന്, വീട്ടിൽ ചെന്ന് പറയും തെറ്റായ ഗുരുവിൻ്റെ അടുത്ത് പോയെന്ന്. ഇതിപ്പോൾ നിങ്ങൾ ഇതിലെനിക്ക് ഒരു അഭിപ്രായം പറയാനില്ല.